വൈബ്രാൻസ് തെങ്ങ് കയറുന്ന മെഷീനെ കൊണ്ട് തേങ്ങ പറിക്കുന്ന എങ്ങനെയാണെന്നുള്ളത് കേട്ടടാ. തെങ്ങ് കയറുന്ന മെഷീൻ ഇതിൻ്റെ ഈ ലോക്കുകൾ ഉണ്ട്. ഇതിവിടെ ഇങ്ങനെ അഴിച്ചെടുത്തിട്ട് ഇതിലൂടെ ഇങ്ങനെ എടുത്തിട്ട് ഒരാണിണ്ട്. ആണീൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ എടുക്കുന്നുണ്ട്. രണ്ട് സൈഡിൽ രണ്ട് ആണിയുണ്ട് റബ്ബറിൻ്റെ. അപ്പം ഇവിടെ ഒരു കാതെന്ന് പറയുന്നത് ഇതിനുള്ളിൽ കൂടി എടുക്കുക, ഇതിനുള്ളിൽ കൂടി എടുക്കുക. അടിയിൽ സ്റ്റെപ്പിൻ്റെ അടുത്തുണ്ട് ഒരു ലോക്ക്, അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഇതാവും. എടുത്തത് വലിയ പിടിയായിരിക്കും. ഇത് വലത്തെ ഭാഗത്തുള്ളതാണ്. അപ്പോൾ ഇതിന് ചെറിയ പിടിയാണ്. കൊതുക് ഭയങ്കരമായിട്ട് കൂടെ പുറത്തോട്ടത്തിൽ കൊതുക് ശല്യം നല്ലതാണ്. അപ്പോൾ ഇത് അങ്ങനെ തന്നെ കുടിക്കേണ്ടി നോക്കാം. മൂക്കുടിയൊക്കെ ഇങ്ങനെ ഇട്ട് കുട കുടിട്ട് മൂക്കൊക്കെ ഇട്ട് നോക്കാം. അപ്പോൾ കാല് ഇതിൻ്റെ ഉള്ളിൽ കൂടി റെഡിക്ക് ഇടണം. ഈ കാല് പൊന്തിക്കലും കൈ പൊന്തിക്കലും ഒരുമിച്ചായിരിക്കും. എന്നാൽ ഇത് അമർത്തിക്കഴിഞ്ഞാൽ അവിടെ റെഡിയായി ഇട്ടോ. ഇങ്ങനെ അമർത്തിയാൽ റെഡി. ഈ സേഫ്റ്റി ബെൽറ്റ് കൂടെ ഇങ്ങനെ കൊടുക്കുക. സേഫ്റ്റി ബെൽറ്റ് ഈ ഇങ്ങനെ പിടിക്കുക, പൊന്തിക്കുക. അങ്ങനെ നമ്മൾ തെങ്ങിൻ്റെ മുകളിലെത്തിയിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കൊലകൾ അത് തേങ്ങ, അതിൻ്റെ മുകളിൽ കാണുന്നത് ഇളനീര്. അതിൻ്റെ ടോപ്പിലാണ് വലിയ വെളിച്ചിലുണ്ടാകുക. അപ്പോഴത് തേങ്ങ സംഭവം. അങ്ങനെ ആ തേങ്ങേൻ്റെ മനസ്സിലാക്കുക. ഇതിലുണ്ട്. അപ്പോൾ ഇത് തേങ്ങ എന്നാർക്കും മനസ്സിലാകത്തുണ്ടാവും. അങ്ങനെ തേങ്ങ പിന്നെ തേങ്ങ മനസ്സിലാക്കുക. അത് തേങ്ങേൻ്റെ മുകളിൽ ഇങ്ങനെ കയ്യിൻ്റെ വിരലുകൊണ്ട് ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ ഒരു സൗണ്ട് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതിന് സൗണ്ട് വേറെ വ്യത്യാസം. ഇതൊക്കെ തേങ്ങ നല്ല കുളിക്കുന്നുണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഇത് മൂത്ത തേങ്ങ ആകാനായ സാധനം. അതിൻ്റെ മുകളിൽ വന്നപ്പോൾ ചെറിയ പിന്നെ അധികം ഇതിൽ വെള്ളം മാത്രമേ ഉണ്ട്. ഇതിൽ കാമ്പൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ അകത്ത് കാമ്പുണ്ടാവില്ല. അപ്പോൾ ഇത് വണ്ണിങ്ങാന്ന് പറയും നാട്ടിലേക്കൊക്കെ. വണ്ണിങ് അത് തേങ്ങ ആകാത്ത സാധനം. തേങ്ങ ആകുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഒറിജിനൽ തേങ്ങ ഇതിൻ്റെ മുകളിലത്തെ കൊല കാലിയാണ്. അതിൻ്റെ ടോപ്പിൽ മൂന്നാമത്തെ കൊലയാണ്. അതിനെ കുറച്ച് ഇളനീരാകാനാകുന്നൊരു സാധനം ഉണ്ടാവും. അത് നോക്കിയാണ് തേങ്ങേനെ മനസ്സിലാക്കുക. അങ്ങനെ. അപ്പോൾ ഇത് ഏകദേശം തേങ്ങേൻ്റെ രൂപത്തിലൊക്കെ ആയിക്കേ. ഇതിൻ്റെ മുകളിലത്തെ ഈ കൊല കാലിയാണ്. അതിൻ്റെ ടോപ്പിലത്തെ മൂന്നാമത്തെ കൊലയുണ്ട്. കൊലയിൽ കുറച്ച് ചെറിയ വെളിച്ചിലുണ്ടാവും.
അപ്പോൾ ഇതിനെക്കാട്ടി ചെറുതായിരിക്കും. ഇത് രണ്ടാമത്തെ കൊലയാണ്. ഇതിൻ്റെ മൂന്നാമത്തെ കൊല ആകുമ്പോഴാണ് അതിന് വെളിച്ചിലായാൽ മതി. അതിൻ്റെ അടിയിൽ ഉള്ളത്, ഏറ്റവും അടിയിലുള്ളത് തേങ്ങ ആയിരിക്കും. ഇതിപ്പം തേങ്ങ അല്ല. പിന്നെ മൂന്നാമത്തെ കൊല പൂവിട്ടിട്ടാണ്. പൂവാറ്റാണ്, വെളിച്ചിലായില്ല. അതിനെക്കൊണ്ട് ഇത് പിന്നെ വന്നിങ്ങാണ്, തേങ്ങ അല്ല. അങ്ങനെയാണ് തേങ്ങേനെ മനസ്സിലാക്കുക. അപ്പോൾ തേങ്ങേൻ്റെ പറ്റി അറിയാത്ത ടീമൊക്കെ ഉണ്ടാവും. അങ്ങനെ അത് തെങ്ങിൻ്റെ മുകളിൽ തേങ്ങ എന്നുള്ളത് മനസ്സിലാകാത്ത ടീമുണ്ടാവും. അവർക്ക് ഇത് ഉപകാരപ്പെടുകയുണ്ടാവും. തേങ്ങ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ഇതിപ്പോൾ അപൂർവമായിട്ട് പറഞ്ഞു കൊടുക്കും, ആരും അങ്ങനെ പറഞ്ഞു കൊടുക്കുകയൊന്നുമില്ല സംഭവം. അപ്പോൾ ഇത് ഒറിജിനൽ തേങ്ങ. ഇത് ഉണങ്ങിയിരിക്കും സംഭവം. ഇത് ഉണങ്ങി. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ ഇപ്പോൾ മനസ്സിലായോ, രണ്ടാമത്തത് മൂത്ത ഇളനീര്, അതിൻ്റെ ഏറ്റവും മുകളിൽ വെളിച്ചിൽ എന്ന് പറഞ്ഞാൽ ചെറിയ സാധനം. അതിൻ്റെ മൂന്നാമത്തെ സാധനം അയക്കണം, ചെറിയ വെളിച്ചിലുള്ള സാധനം. എന്നാൽ ഇത് തേങ്ങ മാറും. അങ്ങനെയാണ് തേങ്ങേനെ മനസ്സിലാക്കുക. ഇത് പനിയ മുകളിൽ നല്ല വരള്ള തേങ്ങ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പോരായി ഉണ്ടെങ്കിൽ ഓട് ക്ഷമിക്കണം. അപ്പോൾ നന്ദി.